മലയാള സിനിമയിലെ അബദ്ധങ്ങൾ എന്ന സീരീസിലെ 24ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴയ സിനിമകൾ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്തുകൊണ്ട് 8Kയിലും 4Kയിലും എല്ലാം റിലീസ് ചെയ്യുകയാണ്. അന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കില്ല എന്ന് കരുതിയ പല അബദ്ധങ്ങളും ഇന്ന് വ്യക്തമായി നമുക്ക് പുതിയ പ്രിന്റുകളിൽ കാണാവുന്നതാണ്. അത്തരത്തിൽ കണ്ടെത്തിയ ചില മിസ്റ്റേക്കുകളെ കുറിച്ചും ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ചും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2009 സലിം ബാബ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രമുഖൻ. ആ സിനിമയുടെ ക്ലൈമാക്സിനോടടുത്ത് നായകനെ കോടതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു വക്കീൽ കഥാപാത്രത്തിന്റെ കാമിയോ റോൾ ഉണ്ട്. ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും. ഷൈജു കുറുപ്പായിരുന്നു ആ വക്കീൽ കഥാപാത്രത്തിന്റെ റോൾ ചെയ്തത്. നിരപരാധിയായ നായകനെ അങ്ങനെ വക്കീൽ കോടതിയിൽ നിന്നും രക്ഷിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് സിനിമയിൽ ഒരുപാട് കോടതി രംഗങ്ങളിൽ നമ്മുടെ നിയമത്തിലെ ഒരു തത്വത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നനുശാസിക്കുന്ന നിയമമുള്ള നാടാണ് നമ്മുടേത്. പേടിക്കണ്ട. നമ്മുടെ വക്കീലും ആ ഒരു തത്വം പറയുന്നുണ്ട്. Thousands of innocent may escape, but an innocent should not be punished. I am also following that. Thousands of innocent may escape, but an innocent should not be punished. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. പക്ഷെ ഇംഗ്ലീഷിൽ അത് അങ്ങനെയാണോ പറയാറ്? കുറ്റവാളി എന്നർത്ഥം വരുന്ന കൾപ്രിക്റ്റ് എന്ന വേർഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതിന് പകരവും നിരപരാധി എന്നർത്ഥമുള്ള ഇന്നസെന്റ് തന്നെയാണ് രണ്ട് സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഷൈജു കുറുപ്പ് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതിന് പകരം 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. ആ ഒരു ഡയലോഗ് എഴുതിയ ആൾക്ക് പറ്റിയ തെറ്റായിരിക്കാം അത്. Okay, thank you sir. 1999 ഡെന്നീസ് ജോസഫ് എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് FIR. സിനിമയിലെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചും കലാഷ്നിക്കോയെ കുറിച്ചുമൊക്കെ ഉള്ള അബദ്ധങ്ങളെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. സിനിമയുടെ റീമാസ്റ്റേർഡ് 4K വേർഷൻ ഈ അടുത്താണ് മാറ്റി നൗ പുറത്തുവിട്ടത്. മലയാള സിനിമ എന്നും ഓർത്തിരിക്കുന്ന ഒരു സ്റ്റൈലിഷ് വില്ലനാണ് രാജീവ് അവതരിപ്പിച്ച നരേന്ദ്ര ഷെട്ടി എന്ന കഥാപാത്രം. പഴയ സിനിമകളിൽ സ്ഥിരം സൈക്കോയായി അഭിനയിക്കുന്ന നടൻ വിജയ് മേനോനായിരുന്നു ആ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് മുഹമ്മദ് സർക്കാർ FIR മന്ത്രിക്ക് കൈമാറുന്നത്. ഇത്രയും ഷോക്കിംഗ് എവിഡൻസ് ഉള്ള FIR ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല. മന്ത്രി മാത്രമല്ല, ഈ FIR കണ്ടാൽ ആരായാലും ഒന്ന് ആശ്ചര്യപ്പെടും. നമുക്കും ആ FIR ഒന്ന് വായിച്ചു നോക്കാം. ആ ഒരു FIRൽ എഴുതി വെച്ചിരിക്കുന്നത് ഷെട്ടി narrates the shattered hopes and dreams of an old kite maker. ഷെട്ടി recollect his good old days when he had made fantastic kites. ഷെട്ടി പറയുന്നത് പട്ടം വിൽക്കുന്ന വൃദ്ധനായ ഒരാളുടെ തകർന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ആശകളെക്കുറിച്ചുമാണ്. അതുപോലെ തന്നെ ഷെട്ടി തന്റെ ചെറുപ്പകാലത്ത് നല്ല പട്ടങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുമുണ്ട്. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപുഷ്പം. അതായത് ഷെട്ടിയും ഒരു വർണ്ണപ്പട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഥയെക്കുറിച്ചുള്ള എസ്സേ ആണ്. ഇത്രയും ഷോക്കിംഗ് എവിഡൻസ് ഉള്ള FIR റസ്കിൻ ബോണ്ടിന്റെ ദി കൈറ്റ് മേക്കർ എന്ന കഥയെക്കുറിച്ചാണ് ആ ഒരു FIRൽ പറയുന്നത്. അത് വായിച്ചാൽ ആരായാലും ആശ്ചര്യപ്പെടും. ആ ഒരു കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾക്ക് പകരം അവിടെയെല്ലാം നരേന്ദ്ര ഷെട്ടി എന്ന് എഴുതുകയും ഇൻ ദിസ് കേസ് എന്ന് മുമ്പിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സിനിമയിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം ഷാജി കൈലാസ് അങ്ങനെ ചെയ്തത്. റിലീസ് സമയത്ത് തഴയപ്പെടുകയും പിന്നീട് കൾട്ട് സ്റ്റാറ്റസ് നൽകിക്കൊണ്ട് വാഴ്ത്തപ്പെടുകയും ചെയ്ത ചിത്രമാണ് ദീപു കരുണാകരന്റെ വിന്റർ. 2009 ജയറാം നായകനായിക്കൊണ്ട് ആ ചിത്രം റിലീസായത്. ഹോളിവുഡ് സ്ലാഷർ സിനിമകളെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ആ ഒരു ചിത്രം. സിനിമയിൽ ജയറാമും ഭാവനയും കൂടി പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്ന ചില രംഗങ്ങളുണ്ട്. വീട് ഓക്കെ, ആ ഔട്ട് ഹൗസ് പ്രമാണം ചെയ്തിരിക്കുന്നത്. ആ രംഗങ്ങൾക്കിടയിൽ തന്നെ ആ പുതിയ വീട് വാങ്ങുന്നതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ചില രംഗങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ വീടിന്റെ ആധാരം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വിന്റർ സിനിമ അഭിനയിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ K രാധാകൃഷ്ണൻ നടൻ ജയറാമുമായി ഉണ്ടാക്കിയ യഥാർത്ഥ കരാറാണ് അവിടെ കാണിക്കുന്നത്. ആക്ടറുടെ പേര് ജയറാം എന്നും സിനിമയുടെ പേര് വിന്റർ ആണെന്നും പ്രൊഡ്യൂസറുടെ പേരും എല്ലാം അതിൽ കാണാം. 2004 ആ ഒരു കരാർ എഴുതുന്നത്. 2005 സിനിമ ഷൂട്ട് ചെയ്യാനാണ് അതിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സിനിമ റിലീസാവുന്നത് 2009 അഭിനയിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ ജയറാമിന് നൽകുന്നത് 16 ലക്ഷം രൂപയാണെന്നും ആ കരാറിൽ കാണാം.
ഡബ്ബിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വരണമെന്നും ഇല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യുമെന്നുമുള്ള കണ്ടീഷൻസുമെല്ലാം കരാറിൽ പറയുന്നുണ്ട്. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കഥയിൽ പുതിയ വീടിന്റെ ആധാരമായി കാണിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു മുദ്രപേപ്പറിൽ എഴുതിയ കരാർ എടുത്തു കാണിച്ചതായിരിക്കാം. പിന്നീട് ഇതെല്ലാം എടുത്ത് ചികഞ്ഞു വായിക്കുമെന്ന് ആരും ഓർത്ത് കാണില്ല. 1992 വേണു നാഗവള്ളി എഴുതി രാജീവ് നാഥ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് അഹം. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ചിത്രം നൽകിയത്. ക്ലൈമാക്സ് കഴിഞ്ഞ് സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫോട്ടോഷോപ്പരും മിടുക്കനല്ലേ. KJ യേശുദാസ് എന്നതിന് പകരം KJ ജേശുദാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈക്ക് പകരം ജെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ഉണ്ടാക്കിയ ആൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണത്. ഡാർവിന്റെ പരിണാമത്തിലെ ഈ ഒരു രംഗത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. ആ സിനിമയിലെ 3 രംഗങ്ങളാണിത്. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അപ്പോ ക്യാമറ ഒപ്പം ചാടട്ടെ. സിനിമയുടെ 2 ഷോട്ടിലും ഫ്രെയിമിനകത്ത് മറ്റൊരു ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വ്യക്തമായി കാണാവുന്നതാണ്. മറ്റൊരു സീനിൽ ക്യാമറയോടൊപ്പം ക്യാമറാമാനോന്റെ നിഴലും കാണുന്നുണ്ട്. ഹരിഗോവിന്ദ് ആയിരുന്നു ആ ഒരു ചോദ്യത്തിന് ആദ്യം ഉത്തരം നൽകിയത്. 2004 സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് അപരിചിതൻ. കാവ്യ മാധവൻ, മന്യ, കാർത്തിക എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാർത്തിക അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സിമി എന്നാണ്. കാവ്യ മാധവനാണ് മീനാക്ഷി എന്ന കഥാപാത്രം ചെയ്യുന്നത്. ദേവി എന്ന കഥാപാത്രത്തെയാണ് മന്യ അവതരിപ്പിക്കുന്നത്. 3 പേരെയും ക്വസ്റ്റ്യൻ പേപ്പർ മോഷണത്തിന്റെ പേരിൽ കോളേജിൽ നിന്നും പുറത്താക്കുന്നു. ഈ ഒരു വാർത്തയിൽ കഥാപാത്രങ്ങളുടെ പേര് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാവ്യ മാധവന് നേരെ സിമി എന്നും കാർത്തികക്ക് നേരെ മീനാക്ഷിയും എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി പത്രം തയ്യാറാക്കുമ്പോൾ പറ്റിയൊരു പിഴവാണത്. കഥയിൽ വേണമെങ്കിൽ പത്രത്തിന് തെറ്റുപറ്റിയതാണെന്ന ലോജിക്ക് ഉപയോഗിക്കാം. നസ്രിയ, ബേസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് MC ജിതിൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി. ആ ഒരു ത്രില്ലർ സിനിമയിലെ ഒരു ലോജിക് മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. സിനിമയിൽ ഒരു പ്രധാന ഇൻസിഡന്റ് കഴിഞ്ഞ് നിൽക്കുന്ന പ്രധാന വില്ലനെ ഒരു ജനലിൽ കൂടി നസ്രിയ കാണുന്നുണ്ട്. അതിനുശേഷമാണ് നസ്രിയ മറ്റൊരാളുമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നത്. പിന്നീടാണ് നാം മനസ്സിലാക്കുന്നത് ആ ഒരു ചാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഫോൺ മറ്റൊരാൾ കൈക്കലാക്കി അയാളാണ് ചാറ്റ് ചെയ്യുന്നതെന്ന്. വാട്സപ്പിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് ആർക്കും അയക്കാം. ആ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നയാൾ ആരാണെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. എന്നാൽ ആ വ്യക്തി വാട്സപ്പിലൂടെ ഓഡിയോ മെസ്സേജും അയച്ചിട്ടുണ്ട്. അത് വാട്സപ്പിൽ പണ്ടെപ്പോഴോ മറ്റൊരാളോട് പറഞ്ഞ ഓഡിയോ എടുത്ത് ഫോർവേഡ് ചെയ്തതല്ല. ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്ത ഓഡിയോ ആയിട്ടല്ല അത് കാണിക്കുന്നത്. ഫ്രഷായി വാട്സപ്പിൽ ചെയ്യുന്ന ഓഡിയോ പോലെ തന്നെയാണ് കാണിക്കുന്നത്. സിനിമയുടെ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഒരിക്കലും തന്നെ അത് സാധിക്കില്ല. ഷമീസ്, ഹിറോഷ് എന്നിവർ പറഞ്ഞ അബദ്ധങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.